നമസ്കാരം. സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. പെർത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ പെർത്ത് കീഴടക്കി ഇന്ത്യ ഓസ്ട്രേലിയയെ 295 റൺസിന് തോൽപ്പിച്ചു. അതായത് ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ഈ ടെസ്റ്റ് മത്സരം കളിക്കാനായി പോകുന്നതിന് മുമ്പ് നിരവധി പ്രശ്നങ്ങൾ, കളിക്കാരുടെ പരിക്ക്, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കളിക്കാനില്ല, അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു ജനിച്ചു ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവധിയെടുക്കുന്നു. ജസ്പ്രീത് ബുംറ ക്യാപ്റ്റൻ ആകുന്നു. എന്തായാലും ഒരുപാട് പരാധീനതകളോടുകൂടി ആണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ടെസ്റ്റ് കളിക്കാൻ പോയത്. അതിനു മുമ്പ് ഇന്ത്യയിൽ നടന്ന ടെസ്റ്റിൽ ന്യൂസിലൻഡിനോട് തോറ്റിരുന്നു. ഒന്നാം ദിനം ഇന്ത്യ ഓസ്ട്രേലിയയുടെ പേസ് ബൗളിങ്ങിന് മുന്നിൽ വെറും 150 റൺസിന് പേരുകേട്ട ഇന്ത്യൻ ബാറ്റിംഗ് നിര ഓൾ ഔട്ടായി. തുടർന്ന് ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയ ജസ്പ്രീത് ബുംറയും സിറാജും അടങ്ങുന്ന പേസ് നിര അവർ കാണിച്ച അതുപോലെ അതേ നാണയത്തിൽ തിരിച്ച് മറുപടി നൽകി 104 റൺസിന് പുറത്താക്കി. ഇന്ത്യ അവർക്കെതിരെ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യുന്നത് ജയ്സ്വാളും KL രാഹുലും ഒരു നല്ല അടിത്തറ 200 റൺസിലധികം രണ്ടാം ഇന്നിങ്സിലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ 200 റൺസിലധികം പിന്നെ അടിത്തറ ഉണ്ടാകത്തക്ക രീതിയിൽ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഉണ്ടാക്കി ഇന്ത്യയുടെ സ്കോറിൽ ഒരു നല്ല ഏതാണ്ട് ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് 200 റൺസ് കഴിയുന്നു. ജയ്സ്വാൾ എന്ന യുവ ബാറ്റ്സ്മാൻ പെർത്തിൽ തൻ്റെ ടെസ്റ്റ് സെഞ്ചുറി തികയ്ക്കുന്നു. ഏതാണ്ട് 160 റൺസിൽ മേൽ ജയ്സ്വാൾ നേടുന്നു. KL രാഹുൽ 77 റൺസിന് പുറത്തായി. തുടർന്ന് ഇങ്ങോട്ട് ദേവദത്ത് പടിക്കൽ 25 റൺസ് എടുക്കുന്നു. വിരാട് കോഹ്ലി തനിക്ക് സെഞ്ചുറികൾ നേടുന്നതിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കുണ്ടായിരുന്ന വിഷമം തീർത്തുകൊണ്ട് അദ്ദേഹം സെഞ്ചുറി നേടുന്നു. ഇങ്ങനെ ഇന്ത്യൻ സ്കോർ 534 എത്തുന്നു. ഇന്ത്യ ഡിക്ലെയർ ചെയ്യുന്നു. ഇന്നലെ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തതിൻ്റെ തുടർച്ച എന്നോളം ഓസ്ട്രേലിയ ഇന്നലെ കഴിഞ്ഞ ദിവസം അവർക്ക് 13 റൺസിന് 3 വിക്കറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് 1 റൺസ് നേടുന്നതിനിടയിൽ മുഹമ്മദ് സിറാജ് അവരുടെ ബാറ്റ്സ്മാനെ പുറത്താക്കുന്നു. അദ്ദേഹം പുറത്താക്കി. സിറാജിന് 3 വിക്കറ്റ്, ബുംറയ്ക്ക് 3 വിക്കറ്റ്. അങ്ങനെ ഇന്ത്യൻ ടീമിൻ്റെ ബൗളിങ്ങിൻ്റെ കരുത്ത് കൊണ്ട് തന്നെ ഇന്നിതാ ഓസ്ട്രേലിയയെ ഏതാണ്ട് 238 റൺസിന് ഓൾ ഔട്ട് ആകുന്നു. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് സന്തോഷമുളവാകുന്ന ഒരു നല്ല വാർത്ത. പിന്നെ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ തികച്ചും ആധികാരികമായി വിജയം നേടി 5 ടെസ്റ്റ് പരമ്പരകളിൽ ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത് ISL ഫുട്ബോളിലെ വിശേഷമാണ്. ISL ഫുട്ബോളിൽ ഈ കഴിഞ്ഞ ദിവസം ചെന്നൈ FC കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചു. ബ്ലാസ്റ്റേഴ്സ് 3-0 ക്ലീൻ ചീറ്റിനാണ് പിന്നെ ജയിച്ചിരിക്കുന്നത്. ഹോം മത്സരത്തിൽ ചെന്നൈനെ ഇന്നലെ തോൽപ്പിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇന്നലെ ഉണ്ടായ ഒരു മാറ്റം എന്നുള്ളത് ലൂണ ഫോമിലേക്ക് വന്നു. മധ്യനിരയിൽ ലൂണ പന്തുകൾ കൃത്യമായി എത്തിച്ചു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡുകളായ ജെമിനസിനും നേതാ സഹായിക്കും, തുടർന്ന് KP രാഹുലിനും ഒക്കെ കൃത്യമായി പന്ത് മധ്യനിരയിൽ നിന്ന് കിട്ടി. ആദ്യത്തെ ഗോള് ജെമിനസ് നേടുന്നത് നേതാ സഹായി നൽകിയ പന്ത് വളരെ മനോഹരമായിട്ടാണ് ജെമിനസ് ഒന്നാം ഗോൾ നേടുന്നത്. അതായത് ചെന്നൈയിൻ FC ഒരു മോശം ടീം ആയിരുന്നില്ല. ഹോം മത്സരത്തിൻ്റെ എല്ലാ ആധിപത്യവും കൊണ്ട് തന്നെ ആയിരുന്നു. ആരാധകർക്കിടയിൽ നിറഞ്ഞു കളിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ പ്രകടനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഫോം ആവാതെ ഇരുന്ന ലൂണ ഫോമായതും ബിപിൻ മോഹനും ലൂണയും മധ്യനിരയിൽ വളരെ കൃത്യമായി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രതിരോധ നിരയ്ക്ക് ഇപ്പോഴും പിഴവുകളുണ്ട്. ഗോൾ കീപ്പിങ്ങിൽ സച്ചിൻ സുരേഷാണ് ഇന്നലെ കളിച്ചത്. എങ്കിലും സച്ചിനും കുറേയധികം ഇനിയും മെച്ചപ്പെടാനുണ്ട്. അപ്പോൾ തികച്ചും മധ്യനിരയിൽ നിന്ന് പന്ത് കൃത്യമായി ഫോർവേഡുകൾക്ക് കൊടുത്തതിൻ്റെ ഫലമായി വന്ന 3 ഗോളുകളാണ് ഉണ്ടായത്. ചെന്നൈയിൻ FC പോലൊരു നല്ല ടീമിനെ തോൽപ്പിച്ചത് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങളിലേക്ക് കടുത്ത ഉത്തരവാദിത്തമാണ് നൽകുന്നത്. മിച്ചേൽ സ്റ്റാർക്ക് എന്ന അവരുടെ കോച്ചിന് വളരെ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ജയം തികച്ചും ആധികാരികം തന്നെയാണ്. അവരുടെ ഹോം മാച്ചിൽ അവരുടെ ആരാധകർക്കിടയിലാണ്. പക്ഷേ ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സ്ഥിരമായ ഒരു ഫോം നിലനിർത്താൻ പലപ്പോഴും കഴിയാറില്ല. കഴിഞ്ഞ കളിയിൽ ഫോം ഔട്ടാണെങ്കിൽ ഇന്നത്തെ കളിയിൽ ഫോം ആണെങ്കിൽ നാളത്തെ കളിയിൽ ഫോം ഔട്ടാകും. അതുകൊണ്ട് ഈ വിജയത്തിൽ കൂടുതലൊന്നും ആരാധകർ സന്തോഷിക്കേണ്ട കാര്യമല്ല. ഇനിയും നിരവധി കടമ്പകൾ ബ്ലാസ്റ്റേഴ്സിനൊക്കെ ചാടിക്കടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനും കളിക്കാർക്കും ഉത്തരവാദിത്തം
ഉത്തരവാദിത്വം കൂടി എന്ന് തന്നെ പറയാം. ഇനിയും മികച്ച കളി ഈ കിട്ടിയതൊന്നും പോരാ, ഇനിയും കളിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആരാധകർ ആവശ്യപ്പെടുന്ന കളി, ആരാധകർക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ഇനിയും നന്നായി കളിക്കണം. അവരുടെ പോരായ്മകൾ മനസ്സിലാക്കണം. പ്രതിരോധത്തിലെ പോരായ്മ, ഗോൾ കീപ്പിങ്ങിലെ പോരായ്മ അവർ തീർക്കണം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.